അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നിസ്കാരം നമുക്ക് ഓരോരുത്തർക്കും നിർബന്ധമായ ബാധ്യതയാണ്. ആ നിസ്കാരത്തിനെ കുറിച്ച് ഫതുഹുൽ മുഈനിൽ പറഞ്ഞ ഭാഗമാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നാം പഠിക്കാൻ വേണ്ടി പോകുന്നത്. ആർക്കാണ് നിസ്കാരം നിർബന്ധമുള്ളത്, എപ്പോഴാണ് നിസ്കാരം നിർബന്ധമാവുക തുടങ്ങിയ കാര്യങ്ങളും അതുപോലെ തന്നെ നിസ്കാരത്തിൻ്റെ ഫർളുകളും ഷർത്തുകളും വുളൂഉകളും തുടങ്ങി സ്ത്രീകൾക്ക് നിസ്കാരം നിർബന്ധമില്ലാത്ത സമയവും നിർബന്ധമാവുന്ന സമയവും തുടങ്ങി എല്ലാം നമുക്ക് പഠിക്കണം ഇൻഷാ അല്ലാഹ്. ഓരോ ഭാഗങ്ങളായിട്ട് നിസ്കാരവുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായ ഒരു പഠനം നാം ഓരോരുത്തരും പഠിക്കാൻ വേണ്ടി പോവുകയാണ്. എല്ലാവരും ഇതുമായി ബന്ധപ്പെട്ട് സഹകരിക്കണമെന്ന് ആദ്യമേ ഓർമ്മപ്പെടുത്തുകയാണ്. വീഡിയോ കാണുന്ന ഓരോരുത്തരും വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക. ക്ലാസ്സിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. കൂടെ ദുആ വസിയ്യത്തുകളും. ഇൻഷാ അല്ലാഹ് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആമുഖങ്ങളൊന്നും കൂടുതൽ വിശദീകരിക്കാതെ നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ അധ്യായം ബാബു സ്വലാത്ത്, നിസ്കാരത്തിനെ കുറിച്ച് പറയുന്ന അധ്യായം. നിസ്കാരം എന്ന് പറഞ്ഞാൽ ശറഅൻ, ശരീഅത്തിന്റെ അർത്ഥമനുസരിച്ച് അഖ്വാലുൻ അഫ്ആലുൻ മഖ്സൂസത്തുൻ മുഫ്തതഹത്തുൻ ബിത്തക്ബീരി മുഖ്തതമത്തുൻ ബിത്തസ്ലീം. തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് തുടങ്ങി സലാം കൊണ്ട് അവസാനിക്കുന്ന പ്രത്യേകമായ വാക്കുകളും പ്രവർത്തികളും അടങ്ങിയതാണ് നിസ്കാരം എന്ന് പറയുന്നത്. സുമ്മിയത്ത് ബിദാലിക, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഷറഇൽ ഇങ്ങനെ അർത്ഥം വെക്കാൻ കാരണം, ഇങ്ങനെ പേര് വെക്കാൻ കാരണം, ലി ഇസ്തിമാലിഹ അലാ സ്വലാത്തിൽ വഅതൻ, ഭാഷാ അർത്ഥത്തിലുള്ളതായിരിക്കുന്ന സ്വലാത്ത് എന്നതിൻ്റെ മഅന ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. എന്താണ് ആ അർത്ഥം? വഹിയ അദ്ദുആ, പ്രാർത്ഥന എന്നുള്ളതാണ്. അപ്പോൾ പ്രാർത്ഥന ഉൾപ്പെട്ട പ്രത്യേകമായിരിക്കുന്ന വാക്കുകളും പ്രവർത്തികളും അടങ്ങിയ ആരാധനയാണ് നിസ്കാരം എന്ന് പറയുന്നത്. വൽ മഫ്റൂളാത്തുൽ ഐനിയ, ഫർള് ഐനായ നിസ്കാരങ്ങൾ ഹംസുൻ, അഞ്ചെണ്ണമാണ്. ഫീ കുല്ലി യൗമിൻ വലൈല, ഓരോ രാപ്പകലുകളിലുമായി 5 വക്ത് നിസ്കാരം നമുക്ക് ഫർള് ഐനാണ്. ഫർള് ഐന് എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ മേലിലും നിർബന്ധമുള്ളതാണ്. ഇനി ഫർള് കിഫായ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ഫർളുണ്ട്, അത് നമുക്ക് ഇൻഷാ അല്ലാഹ് പിന്നീട് പഠിക്കാം. മഅലൂമത്തുൻ മിനദ്ദീനി ബിൽളറൂറ, ഒരു സംശയത്തിനും ഇടയില്ലാത്ത വിധം ദീനിൽ അറിയപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർക്കിടയിലും സാധാരണക്കാർക്കിടയിലും ഒരുപോലെ അറിയപ്പെട്ട കാര്യമാണ് നിസ്കാരം നിർബന്ധമാണ് എന്നുള്ളത്. ഫയക്കുഫുറു ജാഹിദുഹാ, അപ്പോൾ ആ നിസ്കാരത്തിനെ ഒരാൾ നിഷേധിച്ചാൽ, അതല്ലെങ്കിൽ അതിൻ്റെ ഫർളിനെ ഒരാൾ നിഷേധിച്ചു കഴിഞ്ഞാൽ അവൻ കാഫിറായി പോകും, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. വലം യജ്തമി ആദിൽ ഖംസു, ഈ 5 നിസ്കാരവും ഒരുമിച്ച് കൂടിയിട്ടില്ല. ലിഗൈരി നബിയിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ നബി മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കല്ലാതെ, അപ്പോൾ നമ്മുടെ നബിക്കല്ലാതെ മറ്റൊരു നബിമാർക്കും 5 വക്ത് നിസ്കാരം അല്ലാഹു തആല നൽകിയിട്ടില്ല. അത് നൽകിയത് നമ്മുടെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാത്രമാണ്. വഫുരിളത്ത് ലൈലത്തുൽ ഇസ്റാഇ ബഅദ നുബുവ, നുബുവത്തിന്റെ ശേഷം ഇസ്രാഇന്റെ രാത്രിയിലാണ് ഈ 5 വക്ത് നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടത്. അതെന്താണ് ഇസ്രാഇന്റെ രാത്രിയിൽ? മിഅ്റാജിന്റെ രാത്രിയിൽ എന്ന് പറഞ്ഞാൽ പോരായിരുന്നോ എന്നൊരു സംശയമുണ്ടാകും. ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വശരീരത്തോടും ആത്മാവോടും കൂടി നടത്തിയ ഇസ്രാ മിഅ്റാജ് ഒന്നേ ഉള്ളൂ. അതെന്നാണ് നടത്തിയത്? നുബുവത്തിന്
നുബൂവത്തിന്റെ ബഅദ നുബൂവത്തി ബിഅശ്രി സിനീന, നുബൂവത്തിന്റെ 10 വർഷം പൂർത്തിയായി, വസലാസത്തു അശ്ഹുരിൻ 3 മാസവും കഴിഞ്ഞ്, ലൈലത്ത സബ്ഇൻ വഇശ്രീന മിൻ റജബ്, റജബ് 27 രാത്രിയിലാണ് ഹബീബ് നടത്തിയത്. അതിനു മുമ്പ് ഹബീബിന് മിഅ്റാജ് ഉണ്ടായിട്ടുണ്ട്. അത് ആത്മീയമായ മിഅ്റാജാണ്. സ്വപ്നത്തിലൂടെയും ഉണ്ടായിട്ടുണ്ട്, എൻ്റെ ആത്മാവ് മാത്രമായിട്ടും ഉണ്ടായിട്ടുണ്ട്. വലം തജിബ് സുബ്ഹ യൗമി തിൽക്കൽ ലൈലത്തി, ആ രാത്രിയിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്രാ മിഅ്റാജ് നടത്തിയ ആ രാത്രി ഉണ്ടല്ലോ, ആ രാത്രിയിൽ നമുക്ക് സുബ്ഹി നിർബന്ധമാക്കിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ലിഅദമി ഇൽമി ബികൈഫിയതിഹ, ആ നിസ്കാരത്തിന്റെ രൂപം എങ്ങനെയാണ് എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ആ ദിവസം സുബ്ഹി നമുക്ക് നിർബന്ധമില്ലാതിരുന്നത്. ആ ദിവസം ളുഹർ മുതലാണ് നമുക്ക് നിസ്കാരം നിർബന്ധമാക്കിയത്. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് വരികയും അവിടുന്ന് വുളൂ എടുത്ത് കാണിച്ചു കൊടുക്കുകയും മുത്തുനബി അതുപോലെ വുളൂ എടുക്കുകയും തുടർന്ന് സമയത്തിന്റെ ആദ്യ വക്തിൽ തന്നെ ളുഹർ നിസ്കരിക്കുകയും അസ്ർ, മഗ്രിബ്, ഇശാ, സുബ്ഹി ഇതൊക്കെ ജിബ്രീൽ അലൈഹിസ്സലാം ഇമാമ് നിന്ന് മുത്തുനബി മഅ്മൂമായി നിസ്കരിച്ചു. രണ്ടാമത്തെ ദിവസം സമയത്തിന്റെ അവസാന വക്തിൽ, സമയത്തിന്റെ അവസാനത്തിൽ വന്ന് ളുഹർ, അസ്ർ, മഗ്രിബ്, ഇശാ, സുബ്ഹി ജിബ്രീൽ അലൈഹിസ്സലാം ഇമാം നിൽക്കുന്നു, മുത്തുനബി മഅ്മൂമായി നിന്ന് നിസ്കരിക്കുന്നു. ഇങ്ങനെ ഈ നിസ്കരിച്ച് കഴിഞ്ഞതിനു ശേഷം മുത്തുനബിയോട് പറഞ്ഞു, ഈ 2 സമയത്തിനിടയിലാണ് ഓരോ നിസ്കാരവും നിസ്കരിക്കേണ്ടത്. അതായത് സമയത്തിന്റെ ആദ്യവും പഠിപ്പിച്ചു കൊടുത്തു, നിസ്കാരം ഖളാ ആകുന്ന അവസാന സമയവും മുത്തുനബിക്ക് പഠിപ്പിച്ചു കൊടുത്തു. ഈ 2 സമയത്തിനുള്ളിലാണ് നിസ്കരിക്കേണ്ടത് എന്ന് മുത്തുനബിയോട് അവിടുന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പഠിപ്പിച്ചു കൊടുത്തു. ഇങ്ങനെയാണ് 5 വക്ത് നിസ്കാരം മുത്തുനബിക്ക് അല്ലാഹു തആല ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന പഠിപ്പിച്ചു കൊടുത്തത്. ഇന്നമാ തജിബുൽ മക്തൂബത്തു, 5 വക്ത് നിസ്കാരം നിർബന്ധമാകും. ഐ സ്വലാത്തുൽ ഖംസി, 5 വക്ത് നിസ്കാരം, അലാ കുല്ലി മുസ്ലിമിൻ മുക്കല്ലഫിൻ, മുക്കല്ലഫായ എല്ലാ മുസ്ലിമിന്റെ മേലിലും. ആരാണ് മുക്കല്ലഫ്? ഐ ബാലിഇൻ ആഖിലിൻ, ബുദ്ധിയുള്ള പ്രായപൂർത്തിയായ, ദഖരിൻ ഔ ഗൈരിഹി, പുരുഷനും അല്ലാത്തവർക്കും എന്ന് പറഞ്ഞാൽ ആണിനും പെണ്ണിനും, ഹുംസക്കും, ആണും പെണ്ണും അല്ലാത്ത 2ഉം കൂടിയത് വിഭാഗമുണ്ട്, അതാണ് ഹുംസ, അവർക്കും നിസ്കാരം നിർബന്ധമാണ്. ത്വാഹിരിൻ, ശുദ്ധിയുള്ള. ഇവിടെ ശുദ്ധിയുള്ള എന്ന് പറയുമ്പോൾ ചെറിയ അശുദ്ധിയിൽ നിന്നും വലിയ അശുദ്ധിയിൽ നിന്നും, അപ്പോൾ ഹൈള്, നിഫാസ് പോലോത്തതിൽ നിന്ന് ശുദ്ധിയുള്ള സ്ത്രീകൾക്കും എന്ന് പ്രത്യേകം പറയണം. വലാ തജിബു, നിർബന്ധമില്ല, അലാ കാഫിരിൻ അസ്ലിയിൻ, കാഫിറായ അസ്ലിയായ കാഫിറിന്റെ മേൽ, ആദ്യമേ കാഫിറായ ഒരു മനുഷ്യനിക്കാണ് അവന്റെ മേലിൽ നിസ്കാരം നിർബന്ധമില്ല. നിസ്കാരം നിർബന്ധമാകുന്നത് അവൻ മുസ്ലിം ആകുന്നതോടു കൂടിയാണ്. വ സ്വബീയിൻ, കുട്ടിയുടെ മേലിലും നിസ്കാരം നിർബന്ധമില്ല. വ മജ്നൂനിൻ, ഭ്രാന്തന്റെ മേലിൽ. വ മുഅ്മ അലൈഹി, ബോധക്ഷയം സംഭവിച്ച ഒരുത്തനിക്കും. വ സഖ്റാനും ബിലാ തഅദ്ദിൻ, അവന്റെ കാരണം കൂടാതെ മസ്തായി പോയ ഒരുത്തനിക്കും. എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ പോലോത്തതിനിക്ക് വേണ്ടി ഒരാളെ മസ്താക്കി ബോധം കെടുത്തി കളഞ്ഞു, അത് അവന്റെ കാരണം കൊണ്ട് സംഭവിച്ചതല്ല. അപ്പോൾ അവന് ഒരുപാട് ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷമാണ് അവന്റെ ആ മസ്തിൽ നിന്ന്, അവന്റെ ആ മയക്കത്തിൽ നിന്ന് അവൻ മാറിയത്. എന്നാൽ ആ സമയത്ത് നഷ്ടപ്പെട്ടു പോയ നിസ്കാരങ്ങളൊന്നും അവൻ ഖളാ വീട്ടേണ്ടതില്ല. കാരണം എന്താണ്? ലിഅദമി തക്ലീഫിഹിം, ആ സമയത്ത് അവർക്ക് അതിന്റെ മേലുള്ള വകതിരിവ് ഇല്ലാത്തത് കൊണ്ടാണ്. വലാ അലാ ഹൈളിൻ വ നുഫസാഇൻ, ഹൈളുകാരിക്കും നിഫാസുകാരിയുടെ മേലിലും നിസ്കാരം ഖളാ വീട്ടേണ്ടതില്ല. ലിഅദമി സിഹ്ഹതിഹാ മിൻഹുമാ, അവർ രണ്ടാളും ആ സമയത്ത്
ശുദ്ധിയില്ല എന്നതുകൊണ്ട് തന്നെ. വലാ ഖളാ അലൈഹിം, അവരുടെ മേലിൽ ഖളാ വീട്ടേണ്ടതും ഇല്ല. ബൽ, എങ്കിലും തജിബു, നിർബന്ധമാകും, അലാ മുർത്തദിൻ, മുർത്തദായ ഒരാളുടെ മേൽ നിസ്കാരം നിർബന്ധമാകും. മുർത്തദായവൻ എന്ന് പറഞ്ഞാൽ ആദ്യം മുസ്ലിം ആയിരുന്നു, പിന്നീട് അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി, രണ്ടാമത് ഷഹാദത്ത് കലിമ ചൊല്ലി വീണ്ടും മുസ്ലിമായി, രണ്ടാമത് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആ സമയം എത്രയുണ്ടോ അത്രയും കാലത്തെ നിസ്കാരം അവനക്ക് ഖളാ വീട്ടൽ നിർബന്ധമാണ്. മുഅദ്ദിം ബിസുക്രിൻ, അവന്റെ കാരണം കൊണ്ട് അവന്റെ കാരണമായിട്ട് മസ്തായി പോയ ഒരാള് മദ്യം കഴിച്ചു, കഞ്ചാവ് വലിച്ചു, ഇങ്ങനെ മസ്താകുന്ന എന്തെങ്കിലും അറിഞ്ഞുകൊണ്ട് അവൻ ഉപയോഗിച്ചു, അങ്ങനെ അവൻ മസ്തായി പോയി. എന്നാൽ ആ മസ്തായ സമയത്ത് ഫർള് നിസ്കാരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഖളാ വീട്ടൽ അവനിക്ക് നിർബന്ധമാണ്. വയുഖ്തലു, കൊല ചെയ്യപ്പെടണം. ഐ മുസ്ലിമിൻ മുക്കല്ലഫിൻ ത്വാഹിരിൻ, ശുദ്ധിയുള്ള മുക്കല്ലഫായ മുസ്ലിമായ മനുഷ്യനെ കൊല ചെയ്യപ്പെടണം. ഹദ്ദൻ, ശിക്ഷ എന്നുള്ള നിലക്കാണ്. എങ്ങനെ അവൻ കൊല്ലേണ്ടത്? ബിൽ ളറബി ഉനുഖി, അവന്റെ പിരടി വെട്ടൽ കൊണ്ട്. ഇത് ഇസ്ലാമിക ഭരണമുള്ള സ്ഥലത്താണ് ഈ നിയമം ബാധകമാകുന്നത്. ഇൻ അഖ്റജഹ, അവൻ നിസ്കാരം നഷ്ടപ്പെടുത്തിയത് കൊണ്ട്. ഐ മക്തൂബത്തുൻ, ഫർള് നിസ്കാരങ്ങൾ അവൻ നഷ്ടപ്പെടുത്തി. ആമിദൻ, മനഃപൂർവം. അൻ വക്തി ജംഇൻ ലഹ, ആ നിസ്കാരത്തിനെ ജംആക്കുന്ന സമയത്തിനെ തൊട്ടും. എന്ന് പറഞ്ഞാൽ ളുഹറിനെ അസ്റിലേക്ക് പിന്തിച്ച് ജംആക്കാൻ പറ്റും, മഗ്രിബിനെ ഇശായിലേക്കും പിന്തിച്ച് ജംആക്കാൻ പറ്റും. അപ്പോൾ ഒരാൾ ളുഹർ നഷ്ടപ്പെടുത്തി, മനഃപൂർവം നഷ്ടപ്പെടുത്തി, അസ്റിന്റെ സമയത്തും അവൻ നിസ്കരിച്ചില്ല, അങ്ങനെ മഗ്രിബിന്റെ സമയത്തിലേക്ക് പ്രവേശിച്ചു, എന്നാൽ അവനെ നിസ്കാരം നഷ്ടപ്പെടുത്തി എന്നുള്ള കാരണം കൊണ്ട് അവനെ കൊല ചെയ്യപ്പെടണം. ഇൻകാന കസലൻ, മടിയനായിട്ട് നഷ്ടപ്പെടുത്തിയതാണ്. മഅ്തിഖാദി വുജൂബിഹ, നിസ്കാരം നിർബന്ധമാണ് എന്നാണ് അവന്റെ വിശ്വാസം. ആ വിശ്വാസത്തോടു കൂടി അവൻ മടിയനായിക്കൊണ്ട് നിസ്കാരത്തെ നഷ്ടപ്പെടുത്തിയാൽ അവനെ കൊല ചെയ്യപ്പെടണം. ഇല്ലം യതുബ്, അവൻ തൗബ ചെയ്തിട്ടില്ലെങ്കിൽ. ബഅദൽ ഇസ്തിതാബത്തി, ഭരണാധികാരി അവനോട് തൗബ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടു, എന്നിട്ടും അവൻ തൗബ ചെയ്തിട്ടില്ല എങ്കിലാണ് അവനെ കൊല ചെയ്യപ്പെടേണ്ടത്. ഭരണാധികാരി അവനോട് തൗബ ചെയ്യാൻ പറഞ്ഞു, അവൻ തൗബ ചെയ്തു, എന്നാൽ അവനെ കൊല്ലാൻ പാടില്ല, കൊല്ലേണ്ടതില്ല. വലാ അലാ നദിബിൽ ഇസ്തിതാബത്തി, തൗബയെ കൊണ്ട് തേടുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ്. നീ തൗബ ചെയ്തോ എന്നവനോട് പറയൽ സുന്നത്താണ്. ലാ യദ്മനു മൻ ഖതലഹു ഖബ്ല തൗബ, ഇനി ഭരണാധികാരി അവനോട് തൗബ ചെയ്യാനൊന്നും ആവശ്യപ്പെട്ടില്ല, അതിന്റെ മുമ്പ് തന്നെ തൗബ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഭരണാധികാരി അവനെ അങ്ങ് കൊന്നു കളഞ്ഞു, എന്നാൽ അതിന്റെ മേലിൽ ഭരണാധികാരിന്റെ മേലിൽ കിസാസ് എടുക്കാൻ പറ്റൂല, പകരം വീട്ടാൻ പറ്റൂല. ലാക്കിന്നഹു, എങ്കിലും യസമു, ആ ഭരണാധികാരി കുറ്റക്കാരനാകും. അവനോട് തൗബ ചെയ്യാൻ പറഞ്ഞില്ല എന്ന കാരണം കൊണ്ട് ഭരണാധികാരി അതിൽ വീഴ്ച വരുത്തി എന്നുള്ളത് കൊണ്ട് ഭരണാധികാരി കുറ്റക്കാരനാകും. വയുഖ്തലു കുഫ്റൻ, ഇനി ഒരാള് കാഫിർ എന്നുള്ള നിലക്കന്നെ കൊല ചെയ്യപ്പെടണം. അതാരെയാണ്? ഇൻ തറകഹ ജാഹിദൻ വുജൂബൻ, നിസ്കാരത്തിന്റെ നിർബന്ധത്തിനെ അവൻ നിഷേധിച്ചു, എന്നിട്ട് അവൻ നിസ്കാരം ഒഴിവാക്കുകയും ചെയ്തു. നിസ്കാരം നിർബന്ധമില്ല എന്ന് പറയുകയും അതോടൊപ്പം നിസ്കാരം ഒഴിവാക്കുകയും ചെയ്താൽ ഇസ്ലാമിക ഭരണകൂടത്തിനേക്ക് അവനെ കൊല്ലൽ നിർബന്ധമാണ്. വലാ യുഅസ്സലു, അങ്ങനെ നിസ്കാരത്തിന് നിർബന്ധമില്ല എന്ന് പറഞ്ഞ് കൊല ചെയ്യപ്പെട്ട ആള് അവന് കാഫിർ എന്നുള്ള നിലക്കാണ് അവനെ കൊല്ലുന്നത്. വലാ യുഅസ്സലു, അവനെ കുളിപ്പിക്കാൻ പാടില്ല. വലാ യുസ്വല്ല അലൈഹി, അവന്റെ മേലിൽ നിസ്കരിക്കാനും പാടില്ല. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നിസ്കാരം നിർബന്ധമാകുന്നതിനെ കുറിച്ചും ആർക്കാണ് നിസ്കാരം നിർബന്ധമുള്ളത് എന്നതിനെ കുറിച്ചുമാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് ഒരുപാട് നിസ്കാരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഖളാ വീട്ടേണ്ടത്, ആർക്കെല്ലാമാണ് നിസ്കാരം ഖളാ വീട്ടേണ്ടത് എന്നതിനെ കുറിച്ചാണ്.
അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അള്ളാഹ്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.